കൂട്ടുകെട്ടുമായി ഭരണ തുടർച്ചയുണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുകയാണെന്നും മണി. ജില്ലയിലെ ലീഗിൽ വീണ്ടും പൊട്ടിത്തെറി. ഷാഫി കട്ടകൽ അണികളോടൊപ്പം INL ചേർന്നു. മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി വനിതാ കൂട്ടായ്മ. ഫെസ്റ്റോവിന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഭക്തിയുടെ നിറവിൽ കാവേരി തീർത്ഥസ്നാനം. മുജ്ജങ്കാവ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടന്നത്. കരുത്ത് തെളിയിക്കാൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകാരും. സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. കൊടിമര ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അഖണ്ഡത തകർത്ത് അരാജകത്വം വളർത്താനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPM നേതാവ് MM മണി. കൊളവയലിൽ EMS ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മണി. വെള്ളിയാഴ്ചയായിരുന്നു ഉദ്ഘാടനം നടന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPM നേതാവ് MM മണി പറഞ്ഞു. കൊളവയിൽ EMS ഭവൻ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഹങ്കാരം നിറഞ്ഞ ദാർഢ്യം നിറഞ്ഞ പ്രഖ്യാപനം നടത്തുകയും ഈ രാജ്യത്തിന്റെ അഖണ്ഡത, ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന മതനിരപേക്ഷത, ഇന്ത്യൻ ജനതയുടെ ഐക്യം തകർത്തുകൊണ്ട് അരാജകത്വമാണ് ഇവിടെയുള്ളവര് രാജ്യത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നത്തെയാണ് ഈ രാജ്യം നേരിടുക. അതാണ് സാമ്പത്തിക നയരംഗം അരാജകത്വമാണ്. സമ്പന്നവർഗത്തിന് തീരരുതിയാണ് രാജ്യത്തിന്റെ സമ്പൽഘടന. അതൊരു ഭാഗം. ഹിന്ദുവർഗ ഫാസിസ്റ്റുകള്, RSSകാര്, സംഘപരിവാർ ശക്തികള് പ്രിയപ്പെട്ടവരെ രാജ്യത്ത് അടിഞ്ഞാടി അരാജകത്വം ഉണ്ടാക്കുകയാണ്. ചടങ്ങിൽ ആദ്യകാല പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. PK കണ്ണൻ അധ്യക്ഷനായി. CPIM നേതാവ് AK നാരായണൻ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. CPIM നേതാക്കളായ M പൊക്ലൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, VV രമേശൻ, P നാരായണൻ, കാറ്റാടി കുമാരൻ, EV നവീൻ, MV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് INL ചേർന്നതായി ഷാഫി കട്ടക്കാൽ. IUML ഉദുമ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷാഫി. 200ഓളം ലീഗ് പ്രവർത്തകരും INL ചേർന്നതായി ഷാഫി കട്ടക്കാൽ. മുസ്ലിം ലീഗിൽ നിന്ന് താൻ രാജിവെച്ചത് പാർട്ടി നേതൃത്വത്തിന്റെ അവഗണനയെ തുടർന്നെന്ന് മുസ്ലിം ലീഗ് ഉദുമ മണ്ഡലം സെക്രട്ടറി ഷാഫി കട്ടക്കാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗിൽ നിന്നും 200ഓളം പേർ തന്റെ കൂടെ INLിലേക്ക് മാറിയെന്നും ഷാഫി അവകാശപ്പെട്ടു. ഇപ്പോൾ എനിക്ക് നിലവിലുള്ള സ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ഈ 8 പഞ്ചായത്തിലെയും കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു വലിയൊരു ചുമതലയാണ്. പക്ഷേ എനിക്കൊരു സ്ഥാനമോഹമാണെങ്കിൽ ഞാൻ ഇതാണ് വലിയ സ്ഥാനം എന്ന് എനിക്കറിയാം. ഇതിപ്പോൾ 7 വാർഡുകളുടെയും പ്രവർത്തകരുടെ വോട്ടർമാരുടെ അഭ്യർത്ഥന അനുസരിച്ച് ഞാൻ പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നെ പരിഗണിച്ച് പിന്നീട് പരിഗണനയിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ മനോവിഷമം കൊണ്ടാണ്, ഇവരുടെ താല്പര്യമനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വാർത്താസമ്മേളനത്തിൽ INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം, നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് റഹീം ബണ്ടിച്ചാൽ, അൻവർ മാങ്ങാട്, MM ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ഫെസ്റ്റോവിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റോ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ വിദ്യാനഗറിൽ നടന്ന കൂട്ടായ്മ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. 15 മാസക്കാലമായി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നിട്ടുള്ള BJP ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴും പ്രചരണം നടത്തുമ്പോഴും ഒക്കെ തന്നെ ഇടതുപക്ഷം എന്ന രീതിയിൽ, ഇടതുപക്ഷത്തിൻ്റെതായ സഹായത്തികർ എന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് 100% ശരിവെക്കുന്ന തരത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലും എല്ലാ ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. CM മീനാകുമാരി അധ്യക്ഷത വഹിച്ചു. വർഗീയതയെ ചെറുക്കുക, മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാതല വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഫെസ്റ്റോ സംസ്ഥാന കമ്മിറ്റി അംഗം K രാജചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി M ബാലകൃഷ്ണൻ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VC മാത്യു, TP ഉഷ എന്നിവർ പ്രസംഗിച്ചു. രോഗശാന്തിക്കായി ഭക്തർ കാവേരി തീർത്ഥസ്നാനം ചെയ്തു. മുജ്ജങ്കാവ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ശനിയാഴ്ചയായിരുന്നു ചടങ്ങ്.
രോഗശാന്തിക്കായി നിരവധി ഭക്തർ തീർത്ഥസ്നാനം നടത്തി. സംക്രമ ദിനമായ ശനിയാഴ്ച മുജങ്കാവ് ശ്രീ പാർത്ഥസാരഥി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന കാവേരി തീർത്ഥസ്നാനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ തീർത്ഥസ്നാന ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതലാണ് ചടങ്ങുകൾ തുടങ്ങിയത്. സ്നാനം ചെയ്താൽ ചർമ്മരോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ശാന്തിയുണ്ടാകുമെന്നാണ് ഐതിഹ്യം. മുച്ചുകുന്ന മഹർഷി തപസ് ചെയ്തിട്ട് ഇവർക്ക് ദൈവം പ്രത്യക്ഷമായതുകൊണ്ട് മുച്ചുകുന്ന പേര് മുജുങ്കാവ് എന്ന് വന്നു. പിന്നെ കാവേരി തീർത്ഥയുടെ ವಿಶೇಷ കൊല്ലവും തുലാ സംക്രമണದಿಂದ തീർത്ഥ കുടിക്കാൻ ആൾ വരുന്നത് അന്ന് വിശേഷം. ഇപ്പോൾ വിശേഷ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദേവൻ്റെ അനുഗ്രഹം ശീഘ്രമായിട്ടാണെന്നാണ്. ഇപ്പോൾ ബദൽ ദിവസവും കുളിക്കാം ആക്കാം എന്നെങ്കിൽ ഇത് വിശേഷം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് നടക്കും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ചു. ശനിയാഴ്ച കുഞ്ചത്തൂരിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള 30ാം വാർഷിക സമ്മേളനം ഒക്ടോബർ 30, 31, നവംബർ 1 തീയതികളിൽ പാലക്കാട്ട് നടക്കും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ചു. ശനിയാഴ്ച കുഞ്ചത്തൂരിൽ വെച്ചായിരുന്നു പ്രയാണം ആരംഭിച്ചത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം, ആ ശ്രമത്തിലൊക്കെ സംഘടന എത്ര ഭാഗവാക്കാകുന്നുണ്ട്, സംഘടന എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ ബോധ്യപ്പെടുത്താം. അത് മാത്രമല്ല, ഈ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള രീതിയിലുള്ള നമ്മൾ പുറത്താക്കാനുള്ള ശ്രമം, നമ്മളെ ഈ തൊഴിലിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം വരെ പരാജയപ്പെടുത്താൻ നമ്മളൊരു സമരമൊന്നുമല്ല നടത്തുന്നത്. നമ്മൾ ഈ സമരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ കണ്ണങ്കൈ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുധീർ മേനോൻ, ജാഥ ക്യാപ്റ്റന്മാരായ KC പീറ്റർ, VS മീരാണ്ണർ, K കൃഷ്ണൻ, K നാഗേഷ്, K കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. ഓട്ടോമൊബൈൽ എക്സിബിഷൻ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. നവംബർ 1 നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിന്മയ കോളേജിലായിരുന്നു പരിപാടി. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസ് എടുത്തു. ചിന്മയ കോളേജിൽ മിഷൻ ആൻഡ് വിഷൻ ഓഫ് ചിന്മയ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ചയായിരുന്നു പരിപാടി. ക്യാമ്പ് അമൃത TV റിപ്പോർട്ടർ VV പ്രഭാകരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അഭിമാനത്തോടെ, സന്തോഷത്തോടെ മാതൃഭാഷയോടുള്ള സ്നേഹവും ആഭിമുഖ്യവും മമതയും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും നാം പഠിച്ച പ്രത്യേകിച്ച് ലോകഭാഷയായ ഏത് ഭാഷയും ആ ഭാഷ പോറ്റമ്മയായാൽ പോലും ആ പോറ്റമ്മയോടും അങ്ങേയറ്റം ആദരവും ബഹുമാനവും സ്നേഹവും കടപ്പാടും നന്ദിയും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. ചിന്മയ മാനേജ്മെന്റ് മെമ്പർ അഡ്വക്കേറ്റ് വിജയൻ ആശംസകൾ നേർന്നു. കുട്ടികളുടെ സർഗാത്മക കഴിവുകളെയും വ്യക്തിത്വ വികസനവും ലക്ഷ്യമാക്കിയാണ് ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. തുടർന്ന് എത്തിക്കൽ വാല്യൂസ് എന്ന വിഷയത്തിൽ PP ജനാർദ്ദനും ടെക്നിക്കൽ ഇമ്പാക്ട് ഇൻ യൂത്ത് എന്ന വിഷയത്തിൽ പ്രിൻസിപ്പൽ മനോജും ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ ഗ്രൂപ്പായി തിരിഞ്ഞ് മാനേജ്മെന്റിൽ കുട്ടികൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഡിബേറ്റ് നടത്തി. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ.
വികസനത്തിന്റെ 1000 കഥകൾ പറഞ്ഞ് കാസർഗോഡ് നഗരസഭ. വികസനം മുൻനിർത്തി UDF വോട്ട് ചോദിക്കുമ്പോൾ ഭരണം പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് BJP. വടക്കേ അറ്റത്തെ നഗരം തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിൽ തിളച്ചുമറിയുന്നു. അധികാരം കൈയാളുന്ന UDFന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും പ്രധാന പ്രതിപക്ഷമായ BJPയും ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഭരണാധികാരികൾ നേട്ടങ്ങളുടെ 1000 പട്ടിക നിരത്തുമ്പോൾ 100 പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് പ്രതിപക്ഷത്തിന്. കാസർഗോഡ് നഗരത്തിലൂടെയും അതിൻ്റെ ഉൾവഴികളിലൂടെയും സഞ്ചരിച്ചാൽ നേട്ടങ്ങളുടെ ഒരുപാട് അടയാളങ്ങൾ കാണാൻ സാധിക്കും. അതുതന്നെയാണ് നേട്ടങ്ങളായി അവർ എണ്ണിപ്പറയുന്നതും. എന്നാൽ അഴിമതിയും കീശവീർപ്പിക്കലും മാത്രമാണ് 5 വർഷം കൊണ്ട് ഇവിടെ നടന്നതെന്ന് നഗരസഭയിൽ BJPയുടെ പ്രതിപക്ഷ നേതാവായ P. രമേശ് പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിൻ്റെ ചില ഭരണാധികാരികൾ നടത്തിയ അഴിമതിയാണ്. ഈ അഴിമതി 38 വാർഡുകളിലെ ജനങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അഴിമതിക്കെതിരായ ഒരു വിധിയെഴുത്ത് ആകും ഈ തവണത്തെ തെരഞ്ഞെടുപ്പ്. ഭരണാധികാരികളെ കുറിച്ച് പറയുന്ന മറ്റൊരു ആക്ഷേപം, ജനങ്ങൾ മൊത്തത്തിൽ പറയുന്ന ആക്ഷേപം, ഇവർ പണക്കാരെ മാത്രം സഹായിക്കുന്ന വികസനവും സേവനവുമാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ള. എന്തു തന്നെയായാലും നഗരസഭ ചെയ്ത നേട്ടങ്ങളെ കാണാതിരിക്കാനാവില്ല. കാസർഗോഡ് ടൗൺ ഹാൾ നവീകരണം, വനിതാ ഭവൻ, കൗൺസിൽ ഹാൾ, കഫേ സെൻറ്റർ, ബഡ്സ് സ്കൂൾ, പുതിയ ബസ് സ്റ്റാൻഡ് സർക്കിൾ, അങ്ങനെ വികസനങ്ങളുടെ പട്ടിക നീണ്ടുപോവുകയാണെന്ന് നഗരസഭാ ചെയർമാൻ T. അബ്ദുള്ള പറഞ്ഞു. കാസർഗോഡ് നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസേവന കേന്ദ്രം ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൗൺസിൽ ഹാൾ അവിടെ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മനോഹരമായ നഗരസഭകളിൽ മറ്റ് നഗരസഭകളിൽ ഇല്ലാത്ത രീതിയിലുള്ള കുടുംബശ്രീ ഓഫീസ് ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചു. ഷീ ടാക്സി സമ്പ്രദായം കാസർഗോഡ് നഗരസഭയിൽ നടപ്പിലാക്കി. കാസർഗോട്ടെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടൗൺ ഹാൾ നവീകരിക്കണമെന്ന്. വളരെ മനോഹരമായ ടൗൺ ഹാൾ വളരെ ഭംഗിയായി നവീകരിക്കുവാനും അത് പൊതുജനങ്ങൾക്ക് നൽകാനും സാധിച്ചിട്ടുണ്ട്. നഗരസഭാ സ്റ്റേഡിയത്തോട് ചേർന്നുള്ള കോർണർ പാർക്കും പ്യൂർ വാട്ടർ യൂണിറ്റും എടുത്തു പറയേണ്ട വികസനമാണ്. 38 അംഗ നഗരസഭയിൽ മുസ്ലിം ലീഗിന് 21, BJPക്ക് 11, CPMന് 1 പ്രതിനിധികളാണ് ഉള്ളത്. 2 പേർ മുസ്ലിം ലീഗ് റിബലായി മത്സരിച്ച് ജയിച്ചവരാണ്. 2 കോൺഗ്രസ് അംഗങ്ങളുമുണ്ട്. കൂടുതൽ സീറ്റുകൾ നേടുമെന്ന BJPയുടെ അവകാശവാദത്തെ UDF കരുതലോടെയാണ് കാണുന്നത്. പ്രമുഖർ വിട്ടുനിന്ന അംഗത്തിൽ പുതുമുഖങ്ങളെ വെച്ച് കൂടുതൽ മികച്ച പ്രകടനം നടത്താനാണ് UDF ശ്രമം. എന്നാൽ താമര പൂത്തുലയുമെന്ന ആത്മവിശ്വാസം BJP നേതാക്കളുടെ മുഖത്തുമുണ്ട്. ചെങ്കളയെ പച്ചപുതപ്പിക്കാൻ ലീഗ് 5 വർഷം കൊണ്ട് ഒരുപാട് വികസനങ്ങൾ ചെയ്തുവെന്നാണ് UDFന്റെ അവകാശവാദം. ജില്ലയിലെ പച്ചക്കോട്ടയാണ് ചെങ്കള. CPMന് ബേടകമെന്താണോ അതാണ് മുസ്ലിം ലീഗിന് ചെങ്കള പഞ്ചായത്ത്. ആകെയുള്ള 23 സീറ്റിൽ 19 UDFന്റെ കയ്യിലാണ്. വർഷങ്ങളായി UDF ഭരണം നടത്തുന്ന ചെങ്കളയിൽ കഴിഞ്ഞ തവണ 2 പ്രസിഡന്റുമാരായിരുന്നു നാട് ഭരിച്ചത്. ആദ്യ പകുതിയിൽ മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കുഞ്ഞി ചായൻ്റെടിയും തുടർന്ന് മുസ്ലിം ലീഗിലെ തന്നെ CB അബ്ദുള്ള ഹാജിയും പ്രസിഡന്റ് പദവി അലങ്കരിച്ചു. 2014-15 വർഷത്തിൽ നിർമ്മൽ പുരസ്കാരവും പഞ്ചായത്തിനെ തേടിയെത്തി. തെരുവുവിളക്കും പെൻഷനും വീടുകളും തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ. സാംസ്കാരിക നിലയവും കുടിവെള്ള പദ്ധതികളും എടുത്തു പറയേണ്ട നേട്ടങ്ങൾ തന്നെ. ചെങ്കള പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ ചെർക്കള അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ്. എന്നാൽ വികസനം പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണെന്ന് CPM പ്രതിനിധി അപ്പക്കുഞ്ഞി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ ചെങ്കള ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തിൽ UDFൻ്റെ ഭരണമെന്ന നിലയിൽ മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയോ ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡിൽ ചില പ്രതിപക്ഷം മെമ്പറായിട്ടുള്ള വാർഡുകളിൽ അവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് യഥാസമയം കൊടുക്കുന്നതിന് വേണ്ടിയോ തയ്യാറാകാത്ത വളരെ ഒരു അവഗണനയാണ് ചെങ്കള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകിച്ച് UDF മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. വികസനങ്ങളുടെ വിപ്ലവം സൃഷ്ടിച്ച 5 വർഷമാണ് കടന്നുപോയതെന്നും നാടിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൈപിടിക്കാൻ സാധിച്ചുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുള്ള ഹാജി പറയുന്നു. കഴിഞ്ഞ 5 കൊല്ലം ഒരു വികസന വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കാരണം അതിന് മുമ്പത്തെ 10 കൊല്ലം UDF ഭരണസമിതി ഈ പഞ്ചായത്തിന് നേടിക്കൊടുത്ത നേട്ടങ്ങൾ, അതിനുശേഷം വന്ന ഇപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വളരെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നമാണെങ്കിലും
അതുപോലെ തന്നെ വീട്. ഇപ്പം നേരത്തെ EMS ഭവന പദ്ധതിയിൽ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പാക്കിയ ഒരു പഞ്ചായത്താണ്. നിലവിൽ UDF-ന് 19, CPM-ന് ഒരു റിബലടക്കം 4 അംഗങ്ങളാണുള്ളത്. വളരുന്ന നാട് കൂടുതൽ വളരുമെന്ന് ഭരണാധികാരികൾ പറയുമ്പോൾ സാന്നിധ്യമറിയിച്ച് ശക്തമായ പ്രതിപക്ഷമാവാനാണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭ പിടിച്ചെടുക്കാൻ LDF. VV രമേശനെ രംഗത്തിറക്കിയാണ് LDF പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ ഭരണം പിടിക്കാൻ LDF ഇത്തവണ ജനകീയനായ യുവനേതാവ് VV രമേശനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അതിയാമ്പൂർ വാർഡിലാണ് VV രമേശൻ ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നഗരത്തിലെ ജനഹൃദയം കീഴടക്കിക്കൊണ്ടാണ് രമേശന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്റെ തട്ടകമായ കാഞ്ഞങ്ങാട് നഗരത്തിലെ പരിചയം VV രമേശന് തുണയാകും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ LDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി VV രമേശന്റെ കൂടെ സിറ്റി ന്യൂസ് പ്രവർത്തകരും സഞ്ചരിക്കുകയുണ്ടായി. സാധാരണക്കാരുടെ ഇടയിലേക്കാണ് VV രമേശൻ ആദ്യമായി വോട്ട് തേടി ഇറങ്ങിയത്. തെരുവോര കച്ചവടക്കാർക്കായി പോരാടിയ രമേശന് ഉള്ളറിഞ്ഞ സ്നേഹമാണ് അവർ നൽകിയത്. കാണാനെത്തുന്നവരോടും പരിചയം പുതുക്കുന്നവരോടുമെല്ലാം വോട്ടഭ്യർത്ഥിച്ചാണ് സഞ്ചാരം. പിന്നീട് പ്രധാന കച്ചവട സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി. പിടിപ്പുകെട്ട ഭരണമാണ് കഴിഞ്ഞ 5 വർഷം കാഴ്ചവെച്ചതെന്ന് VV രമേശൻ പറഞ്ഞു. കഴിഞ്ഞ 5 കൊല്ലവും അഴിമതിയാണ്. മുനിസിപ്പാലിറ്റിക്കകത്തെ അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് മാത്രമല്ല കയ്യും കാലില്ലേ, അവിടുത്തെ ഫയലുകൾക്കും കയ്യും കാലുണ്ട്. കാരണം ചില ഫയലുകൾ കാണുന്നില്ല, ഫയലുകൾ നടന്നിങ്ങനെ നടന്നിട്ട് പോവുകയാണ്, ഫയലുകൾ കാണാതാകുകയാണ്. ഫയലുകൾ കാണാതാണെങ്കിൽ അതിന് കാലും കയ്യും വേണ്ടേ, അല്ലെങ്കിൽ ബോധപൂർവ്വം എടുത്തുകൊണ്ടോണ്ടേ. അപ്പോൾ താല്പര്യമുള്ള ഫയലുകൾ അവിടെ നിന്ന് മുക്കുകയാണ്. അപ്പോൾ ഫയൽ നഷ്ടപ്പെടുന്നു. അഴിമതി എന്നത് മാത്രമാണ് അവിടെ നടക്കുന്നത്. അതിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തിയത് ഇടതുപക്ഷമാണ്. റോഡിനെക്കുറിച്ചും നഗരവികസനത്തെക്കുറിച്ചുമെല്ലാം VV രമേശൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി. DYFI സംസ്ഥാന ട്രഷറർ എന്ന നിലയിലും CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലും അറിയപ്പെടുന്ന സംഘാടകനായ രമേശൻ ആദ്യമായാണ് ജനവിധി തേടാൻ ഇറങ്ങുന്നത്. ചെറുവത്തൂർ വിജയ ബാങ്ക്. കാര്യങ്കോട് പുഴയിലെ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് തെരച്ചിൽ നടത്തിയത്. പിടിയിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. വിജയ ബാങ്ക് സ്ട്രോങ് റൂമിന്റെ സ്ലാബ് തുറന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ ശ്രമം വിഫലമായി. സെൽഫ് കണ്ടെയ്ൻ അണ്ടർ വാട്ടർ ബ്രീത്തിംഗ് അപാരറ്റസ് കാസർഗോഡ് ടീമിലെ 7-അംഗ സംഘമാണ് വെള്ളിയാഴ്ച 2 മണിക്കൂർ കാര്യങ്കോട് പുഴയിൽ തിരച്ചിൽ നടത്തിയത്. എന്നാൽ കവർച്ചയ്ക്കായി ഉപയോഗിച്ചതൊന്നും കണ്ടെത്താനായില്ല. കമ്പിപ്പാറ, ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ കാര്യങ്കോട് പുഴയിൽ ഉപേക്ഷിച്ചെന്ന അബ്ദുൽ ലത്തീഫ്, സുലൈമാൻ, മുബഷീർ എന്നീ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത്. കവർന്ന സ്വർണവുമായി ചെർക്കളയിലേക്ക് പോകും വഴി ചാക്കിലാക്കി കൂടെ കരുതിയ ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ പുഴയിൽ കളഞ്ഞെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. 3 പേരെയും കാര്യങ്കോട്ടെത്തിച്ച് സ്ഥലം തിരിച്ചറിഞ്ഞ ശേഷമാണ് തിരച്ചിൽ നടത്തിയത്. 2 മണിക്കൂർ തിരച്ചിൽ നടത്തി ഫലം കാണാത്തതിനെ തുടർന്നാണ് ശ്രമം ഉപേക്ഷിച്ചത്. സ്കൂബ ടീമിലെ തൈവളപ്പിൽ രാജു, സണ്ണി ഇമാനുവൽ, പ്രകാശ് കുമാർ, H ഉമേശൻ, KV മനോഹരൻ, ശ്രീനാഥ്, അബ്ബാസ് എന്നിവർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PV അശോകന്റെ നേതൃത്വത്തിലാണ് കാര്യങ്കോട് പുഴയിൽ ഇറങ്ങിയത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീനിവാസ് സ്ഥലത്തെത്തി നിർദ്ദേശം നൽകി. നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ, നീലേശ്വരം SI P നാരായണൻ, ചന്ദേര SI M രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും കാര്യങ്കോട് പാലത്തിൽ നിലയുറപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലായ പ്രതികളെ തെളിവെടുപ്പിനായി തിങ്കളാഴ്ചയാണ് പോലീസിന് വിട്ടു നൽകിയത്. 5 ദിവസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുത്തു. മൈത്രി സോഷ്യൽ വർക്ക് ആൻഡ് കൾച്ചറൽ സെന്റർ, മാം ആൻഡ് റെഡ് ക്രോസ് മംഗലാപുരം, ഉപ്പങ്കള ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 18-നാണ് ക്യാമ്പ്. ഉദ്ഘാടനം DYSP സുകുമാരൻ നിർവഹിക്കും. സർക്കിൾ ഇൻസ്പെക്ടർ സുധാകരൻ മുഖ്യാതിഥിയായിരിക്കും. കുഡ്ലു ഗോപാലകൃഷ്ണ ഹൈസ്കൂളിലാണ് ക്യാമ്പ്. ചെറുവത്തൂർ കാരിയിൽ ആലിൻകീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിന് ഒരുക്കങ്ങൾ സജീവമായി. വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശനത്തിനുള്ള മേലേരിക്കുള്ള നാൾമരം മുറിച്ചു. നവംബർ 11 മുതൽ 13 വരെ തീയതികളിലാണ് ഇവിടെ ഒറ്റക്കോല മഹോത്സവം നടക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു നാൾമരം മുറിക്കൽ ചടങ്ങ്. കളിയാട്ടക്കാലം ആരംഭിക്കുന്ന തുലാമാസത്തിൽ ഒറ്റക്കോലം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. നാൾമരം മുറിക്കൽ ചടങ്ങിൽ ആചാരസ്ഥാനികരും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. വരണാധികാരികളുടെ പ്രായോഗിക പരിശീലനം ഒക്ടോബർ 19, 20 തീയതികളിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിശീലനം നൽകുക.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരണാധികാരികൾക്കും ഉപവരണാധികാരികൾക്കും തെരഞ്ഞെടുപ്പ് നടത്തിപ്പും ഇലക്ട്രിക് വോട്ടിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതും സംബന്ധിച്ചുള്ള പ്രായോഗിക പരിശീലനം ഒക്ടോബർ 19-20 തീയതികളിൽ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പരിശീലന പരിപാടിയിൽ വരണാധികാരികൾ, ഉപവരണാധികാരികൾ, വരണാധികാരിയുടെയും ഉപവരണാധികാരിയുടെയും ഓരോ ജീവനക്കാർ, ബ്ലോക്ക് റിസോഴ്സ് ട്രെയിനർമാർ എന്നിവർ പങ്കെടുക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് മുഖ്യ വരണാധികാരിയായ ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. അതിനിടെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് വിവിധ ചാർജ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. സ്വാമി രാംദാസ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവം രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ തുടങ്ങി. 2 ദിനങ്ങളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ ഉപജില്ലയിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP, LP തലം വരെ ശാസ്ത്ര പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രദർശനങ്ങളും IT മേഖല ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രദർശനങ്ങളും ശാസ്ത്രോത്സവത്തിൽ അവതരിപ്പിക്കും. ശാസ്ത്രോത്സവം ശനിയാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് 3 മണിക്ക് DEO മഹാലിംഗേശ്വര രാജ് ഉദ്ഘാടനം ചെയ്യും. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാർ സമ്മാനം വിതരണം നിർവഹിക്കും. കുടുംബത്തിന് താങ്ങായിരുന്ന മകന്റെയും മകളുടെയും ചലനശേഷി നഷ്ടമായി തുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീർ വാർത്തു നിൽക്കുന്ന ചെറുവത്തൂർ പൊള്ളയിലെ U പത്മിനിയുടെ കുടുംബത്തിലേക്ക് സഹായമെത്തുന്നു. ചെറുവത്തൂർ മർച്ചന്റ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബത്തിന് പ്രതിമാസം 1000 രൂപയുടെ സാധനങ്ങൾ നൽകും. പത്മിനിയുടെ മക്കളായ ബിജു, സിന്ധു എന്നിവർക്കാണ് ചലനശേഷി നഷ്ടമായി തുടങ്ങിയത്. കൂലിത്തൊഴിലാളിയായ ബിജുവിന് 10 വർഷം മുമ്പാണ് ഇരു കാലുകൾക്കും കൈകൾക്കും ബലക്ഷയമുണ്ടായത്. ചികിത്സ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇപ്പോൾ സംസാരശേഷിയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. പരസഹായമില്ലാതെ അധിക ദൂരം നടക്കാൻ കഴിയാത്തതിനാൽ പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഭാര്യയും 1 വയസ്സ് പ്രായമുള്ള മകളുമുണ്ട്. 25 വയസ്സ് വരെ എല്ലാ ജോലിയും ചെയ്തിരുന്ന സഹോദരി സിന്ധുവിനും ബിജുവിൻ്റേതിന് സമാനമായ രോഗം പിടിപെടുകയായിരുന്നു. മക്കളുടെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമായി പാടുപെടുകയായിരുന്നു ഈ കുടുംബം. ചെറുവത്തൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഈ മാസത്തേക്കുള്ള അരിയും ധാന്യങ്ങളും കുടുംബത്തിന് റസാക്ക് കേരള കൈമാറി. മാരകമായ രോഗങ്ങളാൽ കഷ്ടതയനുഭവിക്കുന്ന മറ്റു 9 കുടുംബങ്ങൾക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PP മുസ്തഫ സഹായധന വിതരണം നിർവഹിച്ചു. PT കരുണാകരൻ, T ശശിധരൻ, TP കണ്ടക്കോരൻ, AV രവി തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരികളിൽ നിന്ന് ഭണ്ഡാരം വെച്ചുകൊണ്ട് സ്വരൂപിക്കുന്ന തുകയും, കൂടാതെ നമ്മുടെ കച്ചവടക്കാരിൽ നിന്നും ബെനിഫിറ്റ് സ്കീമിൽ കൂടി സ്വരൂപിക്കുന്ന തുകയും ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഈ സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത്. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDPയെ BJPയുടെ കൂട്ടിൽ കെട്ടാൻ ശ്രമം നടക്കുകയാണെന്ന് CPM നേതാവ് MM മണി. BJP SNDP കൂട്ടുകെട്ടുമായി ഭരണ തുടർച്ചയുണ്ടാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുകയാണെന്നും മണി. ജില്ലയിലെ ലീഗിൽ വീണ്ടും പൊട്ടിത്തെറി. ഷാഫി കട്ടകൽ അണികളോടൊപ്പം INLൽ ചേർന്നു. മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി വനിതാ കൂട്ടായ്മ. ഫെസ്റ്റോവിന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഭക്തിയുടെ നിറവിൽ കാവേരി തീർത്ഥസ്നാനം. മുജ്ജങ്കാവ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടന്നത്. കരുത്ത് തെളിയിക്കാൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകാരും. സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. കൊടിമര ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.